അമ്മയുള്ള ദിവസം എന്ന് വെച്ചാൽ രാവിലെ അങ്ങ് ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും അമ്മയെല്ലാം ഒരുക്കി അങ്ങ് റെഡിയൊക്കെ. പിന്നെ പിള്ളേരെ കാര്യമൊന്നും നോക്കണ്ട, കൊണ്ടുവിടേണ്ട ഒരു പണി മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും പിള്ളേർക്ക് കുളിക്കാൻ ചൂടുവെള്ളമാക്കി. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അങ്ങനെ വെള്ളവും റെഡിയാക്കി, ലഞ്ച് ബോക്സ് റെഡിയാക്കി, ബാക്കിയൊക്കെ അമ്മ അങ്ങ് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ അങ്ങ് പിള്ളേരെ കൊണ്ടുവേണം. പിള്ളേരെ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം ഞാനും അമ്മയും അങ്ങ് ബ്രേക്ക്ഫാസ്റ്റിനിരുന്നേ. അപ്പോൾ ഞാൻ ദോശയും മീൻകറിയും എടുത്തു. ഇന്നലത്തെ മീൻകറിയാണ്. പിന്നെ രാവിലെ വെച്ച പരിപ്പ് കറി. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് കറിയൊന്നും വേണ്ട, അമ്മ അങ്ങനെ കറി വല്ലപ്പോഴും മാത്രമേ കൂട്ടാറുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഈ രാവിലെ അരച്ച ദോശ, നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക പച്ചരി കൊണ്ടുള്ള ദോശ, അത് അമ്മ ചിലപ്പോൾ കറിയൊന്നും കൂട്ടാതെ അങ്ങ് കഴിക്കും. അപ്പം ഞങ്ങൾ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഞായറാഴ്ച മാത്രമാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. കാരണം അന്നാണ് ചേട്ടന് ഏകദേശം ഒരു ലീവ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ദിവസം കിട്ടത്തില്ല. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഈ രാവിലെയൊക്കെ ആരെങ്കിലും ഒരാളുടെ കൂടി ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആശ്വാസമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു അർമാദമാണ് ഇനി അമ്മ പോകുന്നവരെ. അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴമ്മ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് പൊരിക്കാമെന്ന്. അങ്ങനെ പഴം ഉണ്ടായിരുന്നത്, പഴം പഴുത്തായിരുന്നു. അങ്ങനെ പഴവും എല്ലാം റെഡിയാക്കി പെട്ടെന്ന് പൊരിച്ച് ഞാനും പിള്ളേരും അടുത്തടുത്തിരുന്ന് ചൂടോടുകൂടി ഓരോന്ന് കഴിക്കുകയാണ്. അമ്മ പൊരിച്ച് വെക്കുന്നു. എനിക്ക് പണ്ട് ഞങ്ങൾ കഴിച്ച ഒരു ഫീൽ ഓർമ്മ വന്നേ. അനിയനും ഞാനൊക്കെ ഇതുപോലെ അമ്മ ഉണ്ടാക്കി വെക്കും, ഞങ്ങൾ ഓരോന്നോരോന്ന് എടുത്ത് പോയിട്ട് അപ്പുറം ഇരുന്ന് കഴിക്കും. പിന്നെയും കഴിയുന്തോറും വരും. അപ്പോൾ ആ ഒരു ഫീലാണ് ഇപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ മണിക്കുട്ടിയും കുഞ്ഞൂസും ഓരോ സൈഡിലായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മ പോകുന്നവരേ ഉള്ളൂ ഈ കളിയൊക്കെ. വല്ലാത്തൊരു സന്തോഷമല്ലേ നമുക്ക്. സന്തോഷം എന്നല്ല, എന്താ അതിന് പറയാം, പേര് പറയാനറിയില്ലേ, അങ്ങനെ ഒരു വികാരമാണ് കേട്ടോ മനസ്സിന്. നമ്മളമ്മ നമ്മുടെ കൂടെ പണ്ട് നമ്മൾ ചെറുതായിട്ട്, അതായത് വീട്ടിലുള്ള ഒരു ഫീലാണ് എനിക്ക്. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു ഇപ്പോഴേ പോകണ്ടെന്ന്. നമുക്കങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോകണ്ട. അമ്മ പറഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമെന്ന്. അത് ശരിയാണല്ലോ. ഇതിപ്പോൾ നമ്മൾ ആ ഒരവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് ഇതുപോലെയൊന്നും നിൽക്കാൻ പറ്റില്ല. വല്ലപ്പോഴും വന്ന് 1-2 ദിവസം നിൽക്കാൻ നമുക്കും നമ്മുടെ കാര്യങ്ങൾ നോക്കണമല്ലോ. എങ്കിലും ഒരു ആശ്വാസത്തിന് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പോൾ പുറത്ത് നോക്കിയപ്പോഴേക്ക് മഴയുടെയൊക്കെ ഒരു ചെറിയൊരു കോള്. ഈ ഒരു കോളിന് നല്ല രസമാണ്, നമ്മുടെ ചൂട് പഴംപൊരിയും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പഴംപൊരിയൊക്കെ മേശപ്പുറത്ത് എടുത്ത് വെച്ച് ചൂട് പഴംപൊരിയും ചൂട് ചായ അങ്ങ് ഊതി കുടിച്ചു.